ഭാരതത്തിൽ നിന്നുള്ള തിരിച്ചടി ഭയന്ന് പാകിസ്ഥാൻ അധിനിവേശ കശ്മീരിൽ നിന്നും പാക് ഭരണകൂടം ജനങ്ങളെ ഒഴിപ്പിച്ചു വരികയാണ്. ഇതിന്റെ ഭാഗമായി 1000-ലധികം മദ്രസകൾ അടച്ചുപൂട്ടുകയും ജനങ്ങളെ സ്കൂളുകളിലെ ക്യാമ്പുകളിലേക്ക് മാറ്റുകയും ചെയ്തു. ഇതിൽ പല മദ്രസകളും ഭീകര പരിശീലന ക്യാമ്പുകളായിരുന്നു എന്നാണ് വിവരം. ഭാരതത്തിന്റെ ഭാഗത്തും ആക്രമണത്തിനുള്ള സാധ്യത കണക്കിലെടുത്ത് യുദ്ധ സാഹചര്യം നേരിടാൻ മേഖലയിലെ ജനങ്ങൾക്ക് പാക് സൈന്യത്തിന്റെ നേതൃത്വത്തിൽ പരിശീലനം നൽകി വരികയാണ്. അതിർത്തിയിലേക്ക് സൈനിക ഉപകരണങ്ങൾ എത്തിച്ച് സേനാവിന്യാസം കൂട്ടിയ ശേഷമാണ് പാക് അധീന കാശ്മീരിൽ ജനങ്ങൾക്ക് പരിശീലനം നൽകുന്നത്. യുദ്ധമുണ്ടായാൽ ജാഗ്രതയോടെ പെരുമാറേണ്ടത് എങ്ങനെയെന്നും പ്രാഥമിക ചികിത്സ നൽകേണ്ടത് എങ്ങനെയെന്നും അവർ ജനങ്ങൾക്ക് വിശദീകരിച്ച് നൽകി. ഒപ്പം ഗ്രാമീണരോട് 2 മാസത്തെ ഭക്ഷണവും മരുന്നുകളും കരുതി വെക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ പാക് അധിനിവേശ കാശ്മീരിലെ ഭീകരരെയും പാകിസ്ഥാൻ ഒഴിപ്പിച്ചു. നിയന്ത്രണ രേഖയ്ക്ക് സമീപത്തെ ലോഞ്ച് പാഡുകളിൽ ഉണ്ടായിരുന്ന ഭീകരരെയാണ് ഒളിത്താവളങ്ങളിലേക്ക് മാറ്റിയത്. ഭാരതത്തിലേക്ക് നുഴഞ്ഞു കയറാൻ പരിശീലനം നൽകിയ ഭീകരരെ താമസിപ്പിക്കുന്ന സ്ഥലമാണ് ലോഞ്ച് പാഡുകൾ. അതിർത്തി മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന 3 ലോഞ്ച് പാഡുകളിൽ നിന്ന് ഭീകരരെ പൂർണ്ണമായും ഒഴിപ്പിച്ച് പാകിസ്ഥാനിലെ രഹസ്യ കേന്ദ്രങ്ങളിലേക്ക് മാറ്റിയെന്നാണ് മിലിറ്ററി ഇന്റലിജൻസ് റിപ്പോർട്ട്.